ഗൈസ് നമ്മുടെ മാമോത്സയ്ക്ക് വന്നു. ഇൻട്രോ എടുക്കാൻ സമയമില്ല. ഞാൻ വാവേനെ കാണാൻ പോവാണ്. അപ്പഴേ നമ്മൾ വാവാച്ചിനെ കണ്ട് ഇച്ചിരി കരച്ചിലാണ്. ഞങ്ങൾ ഇത്തിരി കരച്ചിലാണ്. മാമോസ് ഇനിയും റെഡി ആവട്ടാ. ഹലോ എടാ വാവാച്ചി, ഇത് എവിടെയാ? ശലാലയിലുള്ള അങ്കിളിന്റെ ആന്റീനൊക്കെ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ടാറ്റ കയ്യെടുത്തോട്ടാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോക്സ്. അപ്പോൾ അതേ വാവയുടെ മാമോദിസ നടക്കുവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന. ഇത് മൂഞ്ഞേലിപ്പള്ളിയാണ്, പള്ളിയല്ല ഹാളാണ്. കാരണം അവർ പുതിയ പള്ളി ദേവാലയം നിർമ്മിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഹാളിലായിരുന്നു കുർബാന. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കണ്ടു. പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവാണ്. കണ്ടോ നമ്മൾ ഒരു റീടേക്കൂല, നമ്മൾ ജസ്റ്റ് അൺഫിൽറ്റഡ്. അന്ന നമ്മുടെ എങ്ങനെയൊക്കെ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. ഞങ്ങൾ ഒരേ ഇടവകക്കാരാണ്. അതെ, ഞങ്ങളുടെ ഇടവക മെമ്പറാണ്. അതെ അതെ, ഇത് പുതിയ ഇടവക ന്യൂ മെമ്പർ. ഹസ്ബൻഡ് എന്നല്ല, നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അങ്കിള് ചോദിക്കായിരുന്നു ഹസ്ബൻഡ് ആണോ. ഒരു ഹായ് പറഞ്ഞോ. ഹായ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടാവേ. നമ്മൾ പള്ളിയിൽ നിന്ന് വന്നു. നമ്മുടെ സലാലുള്ള ഫ്രണ്ട്സാണ്. വന്നപ്പോ എന്നോട് പറയാ പൊന്നല്ലേ യൂട്യൂബ് എന്നൊക്കെ. പിന്നെ പിന്നെ സുഖല്ലേ? നമ്മളിതേ പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്കാണ്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വാവയുടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. കൊള്ളാലേ, ഞാൻ വീട് കാണിച്ചതേ. നമ്മളിതേ വന്നു ജ്യൂസ് കുടിക്കാറ്. നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ താരം ക്ലെയർ ബേബി വന്നു കേട്ടോ. വാവ ഭയങ്കര കരച്ചിലായിരുന്നു മാമോദിസ ടൈമിൽ. കാരണം ഭയങ്കര ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നപ്പോഴേക്കും ആളോക്കെ കേട്ടോ. പിന്നെ ചെറിയൊരു ആങ്കറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഇരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി. ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും വേദിയുടെ ഫ്രണ്ടിലായിട്ട് ഇരിക്കേണ്ടതാണ്. ദേവാലയത്തിൽ പോയി മാമോദിസ സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലെയർ ബേബിനെയും ഒപ്പം പേരൻസ് ആയ പ്രവീൺ ചേട്ടനെയും ഡീനും ചേച്ചിയെയും. ക്ലെയർ ബേബിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്, ക്രിസ്റ്റൽ ആൻഡ് ഫിലിപ്പ്. ഫിലിപ്പ് ഓൾറെഡി ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ക്ലെയർ ബേബിനെയും പേരൻസിനെയും ക്രിസ്റ്റലിനെയും നല്ലൊരു വേദി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ദൈവാനുഗ്രഹത്തോട് കൂടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ക്ലെയർ ബേബിയുടെ ബിഗ് സിസ്റ്റർ അല്ലേ, കിച്ചനത് നാണാണ്. ക്ലെയർ ബേബിയുടെ ചേച്ചിയാണ്. സോങ്ങിന് ക്രിസ്റ്റൽ മാത്രമല്ല അനലീസി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇവരാണ് നമ്മുടെ വാവയുടെ ഗോഡ് ഫാദറും ഗോഡ് മദറും സിബിനും ദിവ്യയും. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, നെക്സ്റ്റ് സെറമണി കേക്ക് കട്ടിംഗ് ആണ്. ഇന്നത്തെ ഈ ഒരു മധുരത്തിന് ഇരട്ടി മധുരം പകരാനായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം.
സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വൈനും കേക്കുണ്ടേ. നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുക്കലും ഭാവന കളിക്കലൊക്കെ ആയി. ഫുഡ് കഴിക്കണം. കുറച്ച് നേരം കഴിച്ചു തുടങ്ങി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് മാറിയില്ല. ഹായ് പറ. പപ്പയൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ഭാവയ്ക്ക്. എന്നിട്ട് ഇന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കും. ഓക്കെ, അതേ അവരോട് പോയി കഴിക്കാം. സ്റ്റേജിൽ കയറിയിട്ട് കാണാതെ അതെ അതെ അതെ. സലാലക്കാർക്ക് ഹായ് പറ. നിങ്ങളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ജലസമയുണ്ട് കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആവേ. നമ്മൾ കയറിപ്പിക്കും ഉറക്കായിട്ടൊക്കെ മാമ മുൻകൂട്ടി കണ്ടു എന്ന് തോന്നുന്നു. സംസാരിക്കാണ്ടിരിക്കുന്നു. ഹാപ്പി ബാപ്റ്റിസം എന്നിട്ട് പറയാ. ഹാപ്പി ഹാപ്പി ബാപ്റ്റിസം. അപ്പൊ നമ്മൾ ബാപ്റ്റിസം കഴിഞ്ഞു, സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം അല്ലേ? എന്നിട്ടാ ഫുഡ് എന്നിട്ടാ ബിരിയാണി. ഇഷ്ടമാണോ ബിരിയാണി? ഇഷ്ടല്ലേ? എന്ത് ഇഷ്ടം? പിന്നെ ഇഷ്ടമുള്ള സാധനമൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇന്ന് എന്നിട്ടായിരുന്നു ഇവിടെ പരിപാടി കിച്ചു മാമോദിസ. അപ്പോൾ ഇവിടെ എന്താവുന്ന പരിപാടി എന്നിട്ടാ പറ. നേരത്തെ ഭയങ്കര വർത്താനായിരുന്നിട്ട് ഇങ്ങനെ നല്ലട്ട ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല. എൽസമ്മ പറയുന്നത് എന്താ പരിപാടി? കണ്ട 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 രണ്ടുപേരും നാണിക്കാം. എനിക്ക് നാണമല്ല, ഞാൻ സംസാരിക്കും. പിന്നെ എന്താ പറയാ, സലാലയിലുള്ള അങ്കിളിനോട് ആൻറ്റിമാരോടൊക്കെ ബാപ്റ്റിസം പറ. ക്ലയർ ബേബിയുടെ ഓക്കെ. ഇനി സലാലയിലുള്ള അങ്കിൾമാരോട് ആൻറ്റിമാരോടൊക്കെ ഒരു ഹായ് പറ എല്ലാവരും. ആ പറ പറ ഹായ്. ഇനി അവർ സുഖല്ലേ എന്നൊക്കെ ചോദിക്കല്ലേ? ആ എന്താ വിശേഷം പറ ചോദിക്കി. മതി മതി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണി, ചിക്കൻ, ബീഫ്, സർലാസ്, അച്ചാറ് കഴിച്ച് കഴിയട്ടെ. എന്നിട്ട് കാണാവേ. ഫുഡ് കഴിഞ്ഞു. ഇനി ഐസ്ക്രീം കിട്ടാം. ഞാൻ മാത്രമല്ല ഇവരുമുണ്ട് ഗൈസ്. അപ്പോൾ അതെ ഐസ്ക്രീം ബട്ടർ സ്കോച്ച് തോന്നുന്നുണ്ട്. ബട്ടർ സ്കോച്ച് ആയിരുന്നു ചോക്ലേറ്റ് ആണോ? ഞാൻ ഐസ്ക്രീം വെള്ളമാക്കിയിരുന്നു. അയ്യോ എൻ്റെ മേത്തൊന്നും ചെയ്യുന്നത് രസമല്ലേ? ഓക്കെ, അപ്പോൾ ഐസ്ക്രീം തീർക്കട്ടെ, അല്ലെങ്കിൽ ഇതിപ്പോൾ വെള്ളമായി പോകും. ഗൈസ് കഴിച്ചിട്ട് വരാവേ. ആ ഗൈസ്, നമ്മളിപ്പോൾ സലാലയിലുള്ള ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഡീന ചേച്ചി ഫോട്ടോ ഒക്കെ ഡിപ്പോസ് ചെയ്തിരിക്കുന്നതാന്ന് തോന്നുമെങ്കിലും അവശതയായിട്ട് വയ്യാണ്ടിരിക്കുക. അതേ ഫീൽ എന്നിട്ട് വായിലിടുന്നേ. വാവ ഉറക്കത്തല ക്ഷീണായി. എന്ത് പറയുന്നു ഇന്നത്തെ മാമോദിസ പരിപാടികൾ? പള്ളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതെ, പള്ളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു വാവ. പിന്നെ ഉടുപ്പ് മാറ്റി ഈ ഉടുപ്പൊക്കെ ഇടിച്ച് സ്റ്റേജിൽ കയറിയപ്പോൾ ഓക്കെ ആയിട്ടാള്, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചു. നിങ്ങൾ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് അപ്പോൾ ഗൈസ്, നമ്മുടെ മാമോദിസൊക്കെ കഴിഞ്ഞു, കലാശക്കെട്ടായി, എല്ലാവരും അവശതയായി, ഡ്രസ്സൊക്കെ മാറി, ഇനി റെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ പതുക്കെ വീട്ടിൽ പോവാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ പ്രോഗ്രാം ഇല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ സലാലയിലുള്ളവർക്ക് സലാലയിലുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ കണ്ട് മാമോദിസ കൂടാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. കിച്ചു ടാറ്റ പറ.